Hi, welcome to Britain's Spoken English program. My name is Iqbal. ഇന്ന് ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്നത് നമ്മൾ ചെയ്തു കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് എങ്ങനെ പറയുമെന്നുള്ളതാണ്. അത് കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഐ പ്ലേഡ് ബാസ്കറ്റ്ബോൾ എന്ന് പറയുമ്പോൾ ഞാൻ ബാസ്കറ്റ്ബോൾ കളിച്ചു എന്നാണ്. ഐ പ്ലേഡ് ബാസ്കറ്റ്ബോൾ യെസ്റ്റർഡേ. അതായത് ഐ പ്ലേഡ്, എങ്ങനെയാണ് പ്ലേഡ് വന്നത്? ഇ ഡി ചേർത്തത് എന്താണ്? ഡിഡ് ആണ്. ഡിഡ് പ്ലസ് പ്ലേ, പ്ലേഡ് ആയി. ഐ പ്ലേഡ് ബാസ്കറ്റ്ബോൾ യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ ബാസ്കറ്റ്ബോൾ കളിച്ചിരുന്നു. അതുപോലെ തന്നെ ഐ കുക്ക്ഡ് ബിരിയാണി ഓൺ സൺഡേ. ഞാൻ സൺഡേ ബിരിയാണി കുക്ക് ചെയ്തിരുന്നു. അതുപോലെ ഐ വാഷ്ഡ് മൈ ക്ലോസ് ഇൻ ദ മോർണിംഗ്. ഞാൻ എൻ്റെ ക്ലോസ് ഇന്ന് രാവിലെ വാഷ് ചെയ്തിരുന്നു. ഐ വാഷ് മൈ ക്ലോസ് ഇൻ ദ മോർണിംഗ്. ഇതൊക്കെ നമുക്കറിയാം. ഇ ഡി എങ്ങനെയാണ് ഇ ഡി വന്നത്? ഐ വാഷ്ഡ് എന്നാണ്. ഞാൻ കഴുകി എന്ന് പറയുമ്പോൾ ഐ വാഷ്ഡ്. ഞാനിപ്പോൾ കഴുകുകയാണെന്ന് പറയുമ്പോൾ ഐ ആം വാഷിംഗ് എന്നാണ്. നോക്കാം, ഐ എം കുക്കിംഗ്. ഞാനിപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ഡിഡ് കുക്ക്, അല്ലെങ്കിൽ ഐ കുക്ക്ഡ്, ഞാൻ കുക്ക് ചെയ്തു. ഐ എം കുക്കിംഗ്, ഇപ്പോൾ ഞാൻ കുക്ക് ചെയ്യുകയാണ്. ഐ കുക്ക്ഡ്, ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഞാൻ കുക്ക് ചെയ്തിരുന്നു. ഐ കുക്ക്ഡ്. അതുപോലെ തന്നെയാണ് ഐ പ്ലേഡ്, ഞാൻ കളിച്ചിരുന്നു. ഐ ക്ലീൻഡ്, ഐ വാഷ്ഡ്, ഞാൻ വാഷ് ചെയ്തു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ നമുക്കറിയാവുന്ന വേർഡ്സാണ്. ഒക്കെ ഇ ഡി ഡിഡ് ചേർത്തപ്പോൾ ഇ ഡി ആയി വന്നത്, ലാസ്റ്റ് ഇ ഡി ചേർത്ത് വന്ന കുറേ വേർഡ്സാണ് ഇവിടെ. പക്ഷേ എല്ലാ വേർഡ്സിലും ഇതുപോലെ ഇ ഡി അല്ല ചേർക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ എന്തായാലും നമ്മൾ ഡിഡ് ചേർക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് വേർഡ്സാണ്. കം, ഗോ, ഗെറ്റ് അപ്പ്. കം വരിക എന്നാണ്. ഈ കമ്മിൻ്റെ കൂടെ ഡിഡ് ചേരുമ്പോൾ കംഡ് എന്നല്ല ആവുന്നത്, അത് കെയിം എന്നായി മാറുന്നു. കം, കെയിം, ഞാൻ വന്നിരുന്നു. ഇന്നലെ ഞാൻ വന്നിരുന്നു. ഐ കെയിം യെസ്റ്റർഡേ. ഐ വെന്റ്, ഞാൻ പോയിരുന്നു. ഐ വെന്റ് യെസ്റ്റർഡേ. ഐ ഗോട്ട് അപ്പ്, ഞാൻ എഴുന്നേറ്റു. ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock. ഞാൻ 6 മണിക്ക് എഴുന്നേറ്റു. ഗെറ്റ് അപ്പ്, എഴുന്നേൽക്കുക. ഈറ്റ്, തിന്നുക. എറ്റ്, തിന്നു. എയ്റ്റ് എന്നും പറയാം. ഡ്രിങ്ക്, കുടിക്കുക. ഡ്രാങ്ക്, കുടിച്ചു. ഗിവ്, നൽകുക. ഗേവ്, നൽകി. അതുപോലെ ഡ്രൈവ് ചെയ്യുക. ഡ്രൈവ് ചെയ്തു. റൈഡ്, ബൈക്ക് ഓടിക്കുന്നതിനാണ് നമ്മൾ റൈഡ് എന്ന് പറയുന്നത്. റോഡ്, ബൈക്ക് ഓടിച്ചു. അതുപോലെ സ്പീക്ക്, സംസാരിക്കുക. സ്പോക്ക്, സംസാരിച്ചു. ടെൽ, പറയുക. ടോൾഡ്, പറഞ്ഞു. ടേക്ക്, എടുക്കുക അല്ലെങ്കിൽ കൊണ്ടുപോവുക. ടുക്ക്, എടുത്തു. പുട്ട്, ഇവിടെ നോക്കാം. പുട്ട് തന്നെയാണ്. അതിനൊരു മാറ്റവുമില്ല. ഇതുപോലുള്ള വേർഡ്സുമുണ്ട്. ശരിക്കും പുട്ടിൻ്റെ കൂടെ ഡിഡ് ചേർത്തിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും അത് പുട്ട് തന്നെയാണ്. അതിന് മാറ്റമില്ല. അതായത് ഐ ആം പുട്ടിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഇടുകയാണെന്നാണ്. പുട്ട് എന്ന് പറഞ്ഞാൽ ഇടുക എന്നാണ്. ഞാൻ ഇടുകയാണ്. ഞാൻ ഇട്ടു എന്ന് പറയുമ്പോൾ ഐ പുട്ട് എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കട്ട്, മുറിക്കുക. ഐ ആം കട്ടിങ്, ഞാൻ മുറിക്കുകയാണ്. ഞാൻ മുറിച്ചു. ഐ കട്ട്. ഈ വേർഡ്സ് നമ്മൾ മനസ്സിലാക്കണം. ഇത് കുറച്ച് വേർഡ്സ് നമ്മൾ കുറച്ച് വായിച്ചിട്ടും അതുപോലെ കുറേ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാം. കുറേ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്കിത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കറിയാം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഐ ആം എന്നാണ് ഉപയോഗിക്കുന്നത്. ഐ ആം സ്റ്റഡിങ്, യു ആർ സ്റ്റഡിങ്, അതുപോലെ ഹീ ഈസ് സ്റ്റഡിങ്. പക്ഷേ ഇതിൽ നമ്മൾ ആമോ ആർ ഈസ് എന്ന് ഉപയോഗിക്കുന്നില്ല. എക്സാമ്പിൾസ് നോക്കാം. ഐ ഡിഡ് പ്ലസ് കുക്ക്, കുക്ക്ഡ് ആയി. ഐ കുക്ക്ഡ്. ഡിഡ് പ്ലസ് കം, കെയിം ആയി. ഡിഡ് പ്ലസ് കട്ട്, കട്ട് തന്നെയാണ്. ഐ കുക്ക്ഡ്, ഞാൻ കുക്ക് ചെയ്തു. ഐ കെയിം, ഞാൻ വന്നിരുന്നു. ഐ കട്ട്, ഞാൻ മുറിച്ചു. അതുപോലെ വി കെയിം, ഞങ്ങൾ വന്നിരുന്നു. വി പ്ലേഡ്, ഞങ്ങൾ കളിച്ചിരുന്നു. വി മെയ്ഡ്, ഞങ്ങൾ ഉണ്ടാക്കി. ഇറ്റ് ഗോട്ട് സണ്ണി. ഗെറ്റ് സണ്ണി എന്ന് പറയുമ്പോൾ വെയിൽ ഉദിക്കുക എന്നാണ്. വെയിൽ ഉദിച്ചു എന്ന് പറയുമ്പോൾ ഇറ്റ് ഗോട്ട് സണ്ണി. ഹീ സ്പോക്ക്, അവൻ സംസാരിച്ചു. കുറച്ച് സിറ്റുവേഷൻ മനസ്സിലാക്കാം എങ്ങനെയാണ് സംസാരിക്കുന്നുള്ളത്. നിങ്ങൾ ഇന്നലെ വന്നിരുന്നോ? ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്നലെ വന്നിരുന്നോ? അതിന് മറുപടി പറയാണ്, അതെ, ഞാൻ ഇന്നലെ വന്നിരുന്നു. ഐ ആം കമ്മിങ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ വരികയാണെന്നാണ്. പക്ഷെ ഞാൻ വന്നിരുന്നു, അതെങ്ങനെയാണ് പറയുന്നത്? അതെ, ഞാൻ ഇന്നലെ വന്നിരുന്നു. യെസ്, ഐ കെയിം യെസ്റ്റർഡേ. ഇവിടെ ഡിഡ് ആണ് ഉപയോഗിച്ചത്, ആം അല്ല. ഐ ഡിഡ് കം ആണ്, അത് കെയിം ആയി. ഐ കെയിം യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ വന്നിരുന്നു. നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കിയോ? അതെ, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി. യെസ്, ഐ മെയ്ഡ് ചപ്പാത്തി. മെയ്ക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക എന്നാണ്. മെയ്ഡ് എന്ന് പറയുമ്പോൾ ഉണ്ടാക്കി. ഐ മെയ്ഡ് ചപ്പാത്തി. ഐ ഡിഡ് മേക്ക് എന്നാണ്. ഡിഡും മേക്കും കൂടി മെയ്ഡായി. അപ്പോൾ ഐ മെയ്ഡ് ചപ്പാത്തി എന്നായി മാറി. ഇവിടെ നമുക്ക് നോക്കണം. യെസ്റ്റർഡേ, ഇന്നലെ. ഐ കുക്ക്ഡ് ബിരിയാണി, ഞാൻ ബിരിയാണി കുക്ക് ചെയ്തു. ഐ പ്ലേഡ് ബാസ്കറ്റ്ബോൾ, ഞാൻ ബാസ്കറ്റ്ബോൾ കളിച്ചു. ആൻഡ് ഐ വാഷ്ഡ് മൈ ക്ലോസ്, ഞാൻ എൻ്റെ ക്ലോസൊക്കെ വാഷ് ചെയ്തു. ഇതൊക്കെ നമുക്കറിയാം. കുക്ക് ചെയ്തു, പ്ലേഡ് കളിച്ചു, വാഷ് ചെയ്തു. ഇനി ഇവിടെ നോക്കാം. ആൻഡ് ടുഡേ, ഇന്ന്. ഐ ഗോട്ട് അപ്പ്, ഞാൻ എഴുന്നേറ്റു. ഗെറ്റ് അപ്പ്, എഴുന്നേൽക്കുക. ഗോട്ട് അപ്പ്, എഴുന്നേറ്റു. ഐ ഗോട്ട് അപ്പ് അറ്റ് 6 in the morning. ഐ ബ്രഷ്ഡ്,
മച്ച് ഈസ് ഞാൻ എൻ്റെ പല്ല് തേച്ചു. ഐ ബ്രഷ്ഡ്. ഐ മേഡ് ടീ ഞാൻ ചായ ഉണ്ടാക്കി. മെയ്ഡ് ഉണ്ടാക്കുക. ഐ മേഡ് ടീ ആൻഡ് ഐ ഡ്രാങ്ക് ഇറ്റ് ഞാൻ അത് കുടിച്ചു. ഐ ഡ്രാങ്ക് ഇറ്റ് അത് ഞാൻ കുടിച്ചു. ഐ ഹാഡ് എ ബാത്ത് ഞാൻ കുളിച്ചു. ഹാവ് എ ബാത്ത് എന്ന് പറഞ്ഞാൽ കുളിക്കുക എന്നുള്ള ഇംഗ്ലീഷാണ്. ഹാവ് എ ബാത്ത് കുളിച്ചു എന്ന് പറയുമ്പോൾ ഹാഡ് എ ബാത്ത്. ഐ ഹാഡ് എ ബാത്ത് ഞാൻ കുളിച്ചു. ആൻഡ് ഐ ഗോട്ട് ഡ്രസ്ഡ് ഞാൻ ഡ്രസ് ചെയ്തു. ഐ ഗോട്ട് ഡ്രസ്ഡ് എന്നാണ് ഞാൻ ഡ്രസ് ചെയ്തു. I turned on my PC. Turned on ഞാൻ ഓൺ ചെയ്തു. I turned on my PC and checked my email. ഞാൻ PC കമ്പ്യൂട്ടർ ഓൺ ചെയ്തു എന്നിട്ട് എൻ്റെ ഇമെയിൽ ചെക്ക് ചെയ്തു. I checked my email. Now I am watching YouTube. ഇപ്പോൾ ഞാൻ യൂട്യൂബ് വാച്ച് ചെയ്യുകയാണ്. Now I am watching ഇവിടെ മാറി I am watching അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതാണ് നമ്മൾ വാച്ചിങ് എന്ന് ഉപയോഗിച്ചത്. I am watching YouTube. I hope you enjoyed the video. Thank you for watching.